യെസ്, സജി മഞ്ഞക്കടമ്പിൽ ഈ വിഷയത്തിലുള്ള താങ്കളുടെ പ്രതികരണം കൂടി. യെസ്, ഇവിടെ സദസ്സിൽ നിന്ന് ഉയർന്ന ചോദ്യം വന്നു. അവർ പറഞ്ഞു സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തിയ പ്രതികൾ SFIക്കാ, ജോണി ചേട്ടൻ തിരുത്താൻ ശ്രമിച്ചു, അതിനകത്ത് UDF-കാരുടെ മക്കളുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങളാരും ഇവിടെ കേരളത്തിൽ ഒരു പത്രമാധ്യമം അങ്ങനെ റിപ്പോർട്ട് ചെയ്യില്ല, അതിനെയാണ് അവരെ എതിർത്തത്. എനിക്ക് ചോദിക്കാം, അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ പ്രതിനിധിയാണ്. ഇത്തരത്തിൽ സിദ്ധാർത്ഥ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അതിക്രൂരമായി പൈശാചികമായി കൊലപ്പെടുത്തിയതിന് ശേഷം അവരുടെ പാർട്ടി അതിനെതിരെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. ഞങ്ങളുടെ പാർട്ടി പ്രതികരിച്ച്, ഞങ്ങളുടെ പാർട്ടി പൊതുനിരത്തിൽ സമരം നടത്തിയവരാ, ഞങ്ങൾ ആ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞവരാ. അപ്പം ഞാൻ പറഞ്ഞത് ഇവര് ഈ കൊലപാതകത്തിനൊക്കെ കൂട്ടുനിൽക്കുക. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, മാർഗംകളി വിദഗ്ധൻ PA ഷാജി ഇന്നലെ മിനിങ്ങാന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താ? SFIയുടെ കൊടും ക്രൂരത കൊണ്ട്. ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള മരണങ്ങൾ ഇവിടെ നടക്കുന്നു, അക്രമ കൊലപാതക രാഷ്ട്രീയം നടക്കുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവണം. ഇവിടെ അക്രമ കൊലപാതക രാഷ്ട്രീയം നിത്യസംഭവമാണ്. ഇവിടെ CPM-ഉം BJP-യും മാറി മാറി ആളെ കൊല്ലുന്നൊരു കാലഘട്ടം ഉണ്ടായത്. നമ്മൾ KT ജയകൃഷ്ണൻ മാസ്റ്ററെ വീട്ടിൽ കയറി വെട്ടിക്കൊന്ന പാർട്ടിയാണ് CPM. അതുപോലെ നിരവധി ഈ കൊലപാതകങ്ങളുടെ പേരിങ്ങ് പറഞ്ഞാൽ നമ്മുടെ കൃപേഷ് അടക്കം, ശരത്ലാൽ അടക്കമുള്ള എത്രയോ പേരെ കൊലപ്പെടുത്തിയിരിക്കുന്നു ഈ CPM. ഇതൊന്നും ചർച്ചയായിട്ടില്ല. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകണം. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ അക്രമ കൊലപാതക രാഷ്ട്രീയം ചർച്ചയാവണം. ജനങ്ങൾ വിലയിരുത്തട്ടെ. അതിനെക്കുറിച്ച് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി എന്താണ് പറഞ്ഞത് മുഴുവൻ തെറ്റാണ്. ഇവിടെ ആര് കൊന്നാലും ഞങ്ങൾ പിടിക്കുന്നുണ്ട്, കുറച്ചുപേരെ പിടിക്കുന്നുണ്ട്, കുറച്ചുപേരല്ല മുഴുവൻ പേരെയും പിടിക്കണം. ആ കുറ്റകൃത്യത്തിൽ പങ്കാളിയായ ഒരാൾ പോലും രക്ഷപ്പെടാൻ പാടില്ല. പെട്ടെന്ന് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ ബഹുമാന്യ BJP-യുടെ പ്രതിനിധി, NDAയുടെ പ്രതിനിധി ഹരിചേട്ടനോടാണ്. ഈ കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ ബഹുമാന്യ സ്ഥാനാർത്ഥി, ഇപ്പം സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ച ആൾ ഇവിടെ പറഞ്ഞു, അദ്ദേഹം സ്ഥാനാർത്ഥിയാവണമെങ്കിൽ ഇവിടുത്തെ പ്രധാന വിളയായ റബ്ബറിന് 250 രൂപ ആക്കുമെന്ന് പ്രധാനമന്ത്രിയുടെ നിന്ന് ഉറപ്പ് കിട്ടിയാൽ മാത്രമേ അദ്ദേഹം ഇവിടെ മത്സരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം ഇന്ന് പറഞ്ഞു പ്രധാനമന്ത്രിയുടെ നിന്ന് ഉറപ്പ് കിട്ടി, അതിനാൽ ഞാൻ മത്സരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ BJP സൈച്ചേട്ടൻ ഉൾപ്പെടെ ഇവിടെ എല്ലാവരും സ്ഥിരമായിട്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നതാണ്. അവിടെ BJP-യുടെ പ്രതിനിധി പറഞ്ഞത് ഇങ്ങനെ ഒരിക്കലും 250 രൂപ റബ്ബറിനാക്കാൻ പറ്റത്തില്ല, കേരളത്തിൽ ഇതിൻ്റെ തൊഴിൽ ആളുകൾക്ക് കൂലി കൂടുതലായതുകൊണ്ടാണ് ഇതാക്കാൻ പറ്റാത്തതെന്നാണ് പറഞ്ഞത്. ഇന്നലെ പ്രധാനമന്ത്രി കേരളത്തിലെത്തിയിട്ടും 250 രൂപ ആക്കുന്നതിനെപ്പറ്റി ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. 250 രൂപ ആക്കുന്നതിനെപ്പറ്റി പ്രധാനമന്ത്രി കേരളത്തിൽ എത്തിയിട്ട് പോലും അക്ഷരം മിണ്ടാത്ത സ്ഥിതിക്ക് ഇന്ന് അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഉറപ്പ് കിട്ടിയതെന്നും. അതുമല്ല, ഇതിനു മുമ്പ് ഇവിടെ റബ്ബർ ഇന്നുണ്ടായതല്ല, റബ്ബർ ഇവിടെ വർഷങ്ങളായിട്ട് തഴച്ചു വളരുന്ന ഒരു കൃഷിയാണ്. അവിടെ ഇതിനെപ്പറ്റി നാളിതുവരെ ചിന്തിക്കാതിരുന്ന ഒരു മുന്നണി ഇപ്പോൾ ഇലക്ഷനിൽ പ്രഖ്യാപിച്ച സമയത്ത് 250 രൂപ ആക്കണം എന്ന് പറഞ്ഞത് ശരിക്കും ഒരു ഇലക്ഷൻ സ്റ്റണ്ടല്ലേ? ഓക്കെ റബ്ബറിന്റെ താങ്ങുവില വീണ്ടും വിഷയമായിരിക്കുകയാണ് അത്. ഓക്കെ, കറങ്ങി തിരിഞ്ഞ് വീണ്ടും അതിലോട്ട് വന്നു. നാളിതുവരെ റബ്ബർ വിഷയത്തിൽ BJP-യോ ദേശീയ ജനാധിപത്യ സഖ്യമോ ഇടപെട്ടില്ല എന്നുള്ള താങ്കൾ ഏത് യുക്തിക്ക് നിരകിയ താങ്കൾ പറയുന്നത്? ഞങ്ങളുടെ നേതൃത്വത്തിൽ ആ കേന്ദ്ര ധനകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് നിരവധി പരിഷ്കാരങ്ങൾ റബ്ബർ ബോർഡിൻ്റെ രംഗത്ത്, റബ്ബർ ബോർഡിൻ്റെ ട്രെയിനിങ് രംഗത്ത് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തെ, നിങ്ങൾ ഇന്നലെ തന്നെ പ്രധാനമന്ത്രി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നേതാവ് എന്ന BDJS-ന്റെ ആവശ്യം എന്നുള്ള നിലയിൽ അത് ഉന്നയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് അത് പരിഗണിക്കും. ഇന്നലെ തന്നെ പ്രധാനമന്ത്രി വരുന്നതിന് മുമ്പായിട്ട് 5 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് കേന്ദ്രം ഉത്തരവിറക്കിയിട്ടുണ്ട്. ഇതൊക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടികൾ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് പ്രഖ്യാപിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. തീർച്ചയായും തുഷാർജിയുടെ അഭിപ്രായം ഞങ്ങൾ ഉൾക്കൊള്ളും. ആ രീതിയിൽ കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാവും. എനിക്ക് BJP-യുടെ പ്രതിനിധിയോടാണ് എനിക്ക് ചോദ്യം ചോദിക്കാനുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് അടക്കമുള്ള ലോകരാഷ്ട്ര നേതാക്കളുമായിട്ട് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പോയി നിന്ന് തോളെ കൈയിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞു. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണകേന്ദ്രമായ ഡൽഹിയിലേക്ക് ഈ രാജ്യത്തെ സാധാരണക്കാരായ കർഷകർ നടത്തിയ പ്രക്ഷോഭത്തിന് എന്ത് നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത്? ഈ രാജ്യത്തെ കർഷകർക്ക് വേണ്ടി എന്താണ് BJP-യുടെ നിലപാട്? അവരെ അടിച്ചമർത്തുന്ന രീതിയല്ലേ നിങ്ങൾ തുടർന്നത്? അല്ല സുഹൃത്തെ, താങ്കൾ ഈ ഡൽഹിയിൽ നടത്തുന്ന കർഷകരുടെ സമരത്തെക്കുറിച്ച് കുറെ കാലമായി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡൽഹിയിൽ ഒരു കൂട്ടം കർഷകർ നടത്തുന്ന, അവർ കർഷകരല്ല, കർഷക വ്യവസായികളാണ്. അവർ വന്നിരിക്കുന്നത് താറടക്കമുള്ള വലിയ വാഹനങ്ങളിലാണ്, 20-30 ലക്ഷം രൂപയുടെ വാഹനങ്ങളിലാണ്. അവർക്ക് അജണ്ടയുണ്ട്. ബംഗാളിലും പഞ്ചാബിലും ഹരിയാനയിലുമുള്ള വലിയ അവിടെയൊക്കെ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന
അനവധി നിരവധി കാർഷിക രംഗത്തെ പരിഷ്കാരങ്ങൾ ഞങ്ങളൊന്ന് ചോദിച്ചോട്ടെ. ഇതിനിടയ്ക്കാണല്ലോ യു പിയിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. അതുപോലെ മഹാരാഷ്ട്രയിൽ വലിയ കർഷക പ്രക്ഷോഭങ്ങൾക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ എന്തുകൊണ്ട് BJP അധികാരത്തിൽ വരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ രാജ്യത്ത് ഞാനും ഈ കോട്ടയത്ത് സുഹൃത്തെ, എനിക്കും നിങ്ങൾക്കും അടക്കം ഈ കോട്ടയത്ത് നമ്മളുടെ അക്കൗണ്ടിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ കോട്ടയത്ത് 1,40,000 ആളുകളുടെ അക്കൗണ്ടിലേക്കാണ് 6,000 രൂപ വെച്ച് 6,000 രൂപ വെച്ച് പ്രധാനമന്ത്രി കൃഷി സമ്മാൻ നിധി വരുന്നു. പ്രധാനമന്ത്രിയുടെ സൗജന്യമായിട്ട് ട്രാക്ടറുകള്, കൃഷിക്ക് വേണ്ടിയുള്ള വിളകള്, കൃഷിക്ക് വേണ്ടിയുള്ള വളങ്ങള് സൗജന്യമായിട്ട് ഈ രാജ്യത്തെ കർഷകർക്ക് വിതരണം ചെയ്ത ഗവൺമെന്റ് നരേന്ദ്രമോദിയുടെ കോട്ടയത്തെ ജനസഭ അവസാനിപ്പിക്കാൻ സമയമായി. ഞാൻ ഇതാ 3 പേരോട് ഒരു ചോദ്യം കൂടി ചോദിക്കുന്നു. എന്തായാലും ശുഭപ്രതീക്ഷയുണ്ട് അല്ലെ? നിലനിർത്തും തോമസ് ചാഴിക്കാടൻ. കോട്ടയത്തിന്റെ കാര്യമാണോ ചോദിച്ചത്? കോട്ടയത്തിന്റെ ഓരോ സംശയവും വേണ്ട. തോമസ് ചാഴികാടൻ കോട്ടയത്ത് MP ആയി പോകും. ഓരോ സംശയവും വേണ്ട. മൊത്തത്തിൽ 2004 അവസ്ഥ 2004 അവസ്ഥയാണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. ഓക്കെ, യെസ്. ഞങ്ങള് ഇന്നലെ നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ സൂചിപ്പിച്ചതുപോലെ കോട്ടയത്തും അട്ടിമറികൾ ഉണ്ടാകും. കോട്ടയത്തിന്റെ രാഷ്ട്രീയ സാഹചര്യവും മാറും. കഴിഞ്ഞ തവണ നേരത്തെ PC തോമസ് ഇദ്ദേഹം പറഞ്ഞതുപോലെ PC തോമസ് കോട്ടയത്ത് NDA കേരള അന്ന് കോട്ടയം പിറവം ഉൾപ്പെടുന്ന ഒരു പ്രദേശമായിരുന്നു. അവിടുത്തെ ആ ഒരു അട്ടിമറി സാഹചര്യം കോട്ടയത്തുണ്ടാകും. തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്തു നിന്നും NDAയുടെ പ്രതിനിധിയായി ഇന്ത്യൻ പാർലമെന്റിലെത്തും. ഓക്കെ സജി, അവരുടെ സ്വപ്നങ്ങൾ ഇവരെ സ്വപ്നം കാണുന്നത് അവരുടെ വിഡ്ഢികളുടെ ലോകത്താണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വിലക്കയറ്റവും അഴിമതിയും അടക്കമുള്ള കാര്യങ്ങൾ നിൽക്കുമ്പോൾ ജനങ്ങൾ ഏത് തരത്തിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെ വോട്ട് ചെയ്യാൻ ജനങ്ങൾ ആവേശത്തോടുകൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണെന്ന് കോട്ടയത്തുള്ളത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ യാതൊരു സംശയവും വേണ്ട, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ വിജയിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഈ കോട്ടയത്ത് തെരഞ്ഞെടുക്കപ്പെടുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. അതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, ജനദ്രോഹ ദുർഭരണം ഇവിടെ ചർച്ച ചെയ്യപ്പെടും. ഇവർ പറഞ്ഞ നുണകളൊന്നുമല്ല, ദുർഭരണം. ഇപ്പോൾ കഴിഞ്ഞ തവണ കേരളത്തിലെ ജനങ്ങൾക്ക് 2ാമതൊരു അബദ്ധം പറ്റി. കിറ്റ് കണ്ട് ഇപ്പൊ റൈസുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞ തവണ എന്താ ഇവിടെ ഇടതുപക്ഷ അധികാരത്തിൽ പ്രധാനപ്പെട്ട കാരണം കോവിഡ്. വൈകിട്ട് 6 മണി മുതൽ 9 മണി വരെ തള്ളായിരുന്നു. 2 പേര്, മുഖ്യമന്ത്രിയും നമ്മുടെ ആരോഗ്യമന്ത്രിയും. ആ തള്ളു കേട്ടു ആളുകൾ വിചാരിച്ചു കിറ്റും കിട്ടിയപ്പോൾ അയ്യോ ഇനി പിണറായി വന്നില്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ല, അത് അവസ്ഥയുണ്ട്. അതുകൊണ്ട് പാവപ്പെട്ട മനുഷ്യർ വോട്ട് ചെയ്തു പോയി, അബദ്ധം പറ്റി. അതുകൊണ്ട് കോട്ടയത്തെ ജനങ്ങൾക്ക് ഇത്തവണ അബദ്ധം പറ്റില്ല. അവർ ശരിയായി ചിന്തിച്ച് UDFനെ വിജയിപ്പിക്കും, കേരളത്തെ രക്ഷിക്കാൻ, ഇന്ത്യയെ രക്ഷിക്കാൻ. അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി നല്ല ഭൂരിപക്ഷത്തിൽ, കഴിഞ്ഞ വർഷം ചാഴികാടൻ ജയിച്ച ഭൂരിപക്ഷത്തിനേക്കാൾ ഓരോട്ടെങ്കിലും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കും, യാതൊരു സംശയവും വേണ്ട. എന്തായാലും വികസനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കോട്ടയത്തെ ജനസഭയിൽ ചർച്ച ചെയ്തു. നല്ല ചോദ്യങ്ങൾ ഉയർന്നു വന്നു. കൃത്യമായിട്ട് വിശദീകരിക്കാൻ 3 മുന്നണികളുടെയും പ്രതിനിധികൾക്ക് സാധിച്ചു. ജനസഭ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ കാണാം. ശുഭരാത്രി. മറുപടി പറയണോ വേണ്ടോ ഞാൻ തീരുമാനിക്കും. കേരളത്തിലൊരു സർക്കാർ എന്തിനാണ് ഭീഷണിയും വെല്ലുവിളിയൊന്നും വേണ്ട.